ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, മകം, പൂരം, ഉത്രം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഒക്ടോബർ മാസം 25-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. ഈ 8 നക്ഷത്രക്കാരിൽ ചില വ്യക്തികളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത്രയേറെ പ്രതിസന്ധികളും കാര്യതടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എന്ന് വേണ്ട നിങ്ങൾ അനുഭവിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും ഫലപ്രകാരം നോക്കുമ്പോൾ ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടെ കാത്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് കൃത്യമായ രീതിയിൽ നടന്നു കിട്ടുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിലും അത് കൃത്യമായി നടക്കുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ എന്താകുമെന്നുള്ള ആശങ്ക പലരെയും വല്ലാതെ അലട്ടുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒക്ടോബർ 25-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച നടക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച ശുക്രാധിപത്യ യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. അതായത് ഈ സമയത്ത് ഈ നക്ഷത്രക്കാരിൽ ശുക്രൻ ബലവാനായിരിക്കുകയും മറ്റുള്ള ദോഷഗ്രഹങ്ങൾ ഒന്നും തന്നെ നിങ്ങളിൽ സ്വാധീനം ചെലുത്താത്ത രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ പോലും കണക്ക് കൂട്ടിയിട്ടില്ലാത്ത തരത്തിലുള്ള ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് ഈ ശുക്രാധിപത്യ യോഗം ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ നിസാരമല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളെപ്പറ്റിയും ഒരു വിധത്തിലുള്ള ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്തെന്നില്ലാത്ത തടസ്സങ്ങളും മുന്നോട്ടുള്ള പല കാര്യങ്ങളിലും അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥകളുമാണ് മകരം രാശിക്കാർക്ക് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ചില മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പുനർപഠനവുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ഉടനടി ചില മാറ്റങ്ങൾ കാണേണ്ടതായുണ്ട്. അത്തരത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച ശുക്രാധിപത്യ യോഗം നിങ്ങൾക്ക് മേൽ ഭാഗ്യമായി വരുന്നതോടെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആ കാര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതിൽ തന്നെ ചില വ്യക്തികൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്കും പഠനങ്ങൾക്കുമായി പോവാനായി വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കുറച്ച് നാളുകളായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ്. ഇതുകൂടാതെ തന്നെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം സർവധന നേട്ടങ്ങളും ജീവിതത്തിലെ പല വിധത്തിലുള്ള ആർഭാടങ്ങളും ഒരു മനുഷ്യനിലേക്ക് നൽകുന്ന ഗ്രഹമായതിനാൽ തന്നെ ഈ സമയത്ത് മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഒന്നിലധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ എത്രയൊക്കെ ആയിരുന്നാലും
അതിൽ നിന്നെല്ലാം ഒരു ശമനം നേടുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ ശുക്രാധിപത്യ യോഗത്താൽ വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് മകരം രാശിക്കാർക്ക് മാറ്റിവെക്കേണ്ടി വന്ന പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കുവാനും പണമില്ലാത്തതിനാൽ സ്വന്തമാക്കുവാൻ കഴിയാതിരുന്ന ചില വസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള യോഗവും ഈ സമയത്തുണ്ടാകും. ഒപ്പം തന്നെ മകരം രാശിയിൽ പിറന്ന ചില മക്കൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുമായി അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്ന ചില സ്ഥലങ്ങൾ കാണുവാനും ചില യാത്രകൾ മാതാപിതാക്കളോടൊപ്പം ചെയ്യുവാനുമുള്ള മഹാഭാഗ്യവും ഈ ഒക്ടോബർ 25 ശനിയാഴ്ച കാണുന്നുണ്ട്. അതായത് ഈ യാത്ര നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾക്കും ഒരുപോലെ സന്തോഷം പകരുകയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത തരത്തിലുള്ള നല്ല ഓർമ്മകൾ സമ്മാനിക്കുകയും ചെയ്യുന്നതായിരിക്കും. ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് നൽകുവാൻ പോകുന്ന ഊഷ്മളത വളരെ വലുതായിരിക്കും. ഒപ്പം ഈ ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്നതോടെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വീട് പണിയുടെ പൂർത്തീകരണം കാണുവാനും അതുപോലെ വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ടുള്ള കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന വ്യക്തികൾക്ക് ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള യോഗവും വളരെയധികമായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ശുക്രാധിപത്യ യോഗം സിദ്ധിച്ചിരിക്കുന്ന സമയത്ത് മകരം രാശിക്കാർക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവ രീതികളിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒരാവശ്യവുമില്ലാതെ നെഗറ്റീവായി മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നവർക്കൊക്കെ എല്ലാ കാര്യത്തെപ്പറ്റിയും പോസിറ്റീവായി ചിന്തിക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതായത് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്നതിനാൽ തന്നെ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായ ഫലങ്ങൾ നൽകും. ഇനി ഈ ഒരു സമയത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടത് വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് വളരെയധികം തടസ്സങ്ങൾ നേരിടുകയും നിങ്ങളുടെ വസ്തുവിൻ്റെ കച്ചവടം നടന്നു കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ട് പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങളും അനുഭവിക്കുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നു. അതായത് മക്കളുടെ വിവാഹം, പുനർപഠനം, വീട് പണി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരേ ഒരു വഴി വസ്തു വിൽപ്പന നടത്തുക എന്നതാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അതിന് നിങ്ങളാൽ കഴിയുന്നില്ല. എന്നാൽ ഈ ശുക്രാധിപത്യ യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ സമയത്ത് അത്തരത്തിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ആ വസ്തു വിൽപ്പന തടസ്സങ്ങൾ നീങ്ങി നടന്നു കിട്ടുകയും അതിലൂടെ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക വരവ് ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളും വർദ്ധിക്കുകയും ഒപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള യോഗവുമായിരിക്കും ഈ ശുക്രാധിപത്യ യോഗത്തിലൂടെ കൈവരുന്നത്. ഇനി രണ്ടാമതായി ഈ ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്നത് കൊണ്ട് ഒക്ടോബർ 25 ശനിയാഴ്ച വളരെ വിശേഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാനുള്ള യോഗം കൈവരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മാത്രമല്ല പ്രതിസന്ധികൾ നിലനിൽക്കുന്നത്. അതായത് ജീവിതത്തിലെ ഒരു പ്രശ്നം പരിഹരിച്ചു വരുമ്പോൾ മറ്റു പല പ്രശ്നങ്ങളും ഉടലെടുത്ത് വരുന്ന അവസ്ഥകളാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത തകർച്ചകളും പരാജയങ്ങളുമാണ് അനുഭവത്തിൽ വരുന്നത്. ഇപ്പോൾ ഈ അധ്യായം കാണുന്നവരിൽ തന്നെ കടം കയറി ഇപ്പോൾ സ്വന്തം വീട് പോലും ജപ്തിയാകും എന്നുള്ള അവസ്ഥയാണ് ചില വ്യക്തികൾ നേരിടുന്നത്. മാത്രമല്ല കുടുംബത്തിലാണെങ്കിൽ ഒരു വിധത്തിലും മനസമാധാനമില്ലാത്ത അന്തരീക്ഷം, എപ്പോഴും കുടുംബത്തിൽ കലഹങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്നതോടെ ഇപ്പോൾ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ
ജീവിതത്തിൽ നിലനിൽക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളും ദുഃഖം നിറഞ്ഞ സാഹചര്യങ്ങളും ഇല്ലാതാവുകയും ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വന്നെത്തുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവം ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കുംഭം രാശിക്കാരിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ പൂർണ്ണമായി ഇല്ലാതാവുകയും ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹം വർദ്ധിക്കുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഈ ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്ന സമയത്ത് കുംഭം രാശിയിൽ പിറന്ന കലാകായിക മേഖലയുമായി വളരെയധികം ബന്ധം പുലർത്തുന്നതും ഒപ്പം തന്നെ ഈ രംഗങ്ങളോട് വളരെയധികം ഇഷ്ടവുമുള്ള വ്യക്തികൾക്കും ആ മേഖലയിൽ തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങി വരും. പ്രത്യേകിച്ച് സംഗീതം, നൃത്തം, അഭിനയം എന്നിങ്ങനെയുള്ള മേഖലകളിൽ കുംഭം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ മികവ് തെളിയിക്കുവാൻ കഴിയും. വ്യക്തമായി പറഞ്ഞാൽ ശുക്രാധിപത്യ യോഗം കൊണ്ട് നിങ്ങൾക്ക് ചില അംഗീകാരങ്ങളും ചില അഭിമാന നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന സമയമായിരിക്കും വന്നു ചേരുന്നത്. മാത്രമല്ല, ഈ സമയത്ത് നിങ്ങൾ നേടിയെടുക്കുന്ന ഈ അംഗീകാരങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ കാരണമാവുകയും ആ അവസരങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പുരോഗതി കാണുകയും ചെയ്യും. ഇനി അടുത്തതായി ഈ ഒക്ടോബർ 25 ശനിയാഴ്ച ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെയധികം ജീവിതമാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും ഒപ്പം തന്നെ സ്വയം വരുമാനം കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുമായിരിക്കും. അതായത് നിങ്ങൾ ഇത്രയും നാളുകളായി പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിന് തക്കതായ ഒരു ഉയർച്ച ഉണ്ടാകാത്ത അവസ്ഥ അനുഭവിച്ചു വന്നിരുന്നുവെങ്കിലും ഈ ഭാഗ്യസമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതോടെ നിങ്ങളുടെ സംരംഭത്തിനും നിങ്ങളുടെ ബിസിനസ് മേഖലയിലും വളരെ വലിയ രീതിയിലുള്ള ഉയർച്ചയാണ് ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തകർച്ച കാണുവാൻ കാത്തിരുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും ചില വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഈ സമയത്ത് കുംഭം രാശിക്കാർക്ക് യോഗമുണ്ടാവും. ഇനി കുംഭം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ആരോഗ്യ കാര്യങ്ങളെപ്പറ്റിയും ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി തന്നെയായിരിക്കും ശുക്രാധിപത്യ യോഗത്താൽ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് കഠിനമായ ശരീരവേദന പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അസഹനീയമായ രീതിയിൽ സഹിച്ചുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നു. അത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് ആരോഗ്യ പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയും. എങ്ങനെ നോക്കിയാലും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചകൾ തന്നെയായിരിക്കും ഈ ശുക്രാധിപത്യ യോഗത്താൽ വന്നു ചേരുന്നത്. ഭൗതികമായ നേട്ടങ്ങളോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുവാനുള്ള യോഗവും കുംഭം രാശിക്കാരിൽ ഈ സമയത്ത് വളരെയധികമാണ്. അതായത് ഈശ്വരാധീനം അധികരിക്കുന്നതിനാൽ ഈ ഭാഗ്യസമയത്ത് നിങ്ങൾക്ക് ഈശ്വര കടാക്ഷത്തോടൊപ്പം തന്നെ ഭാഗ്യത്തിൻ്റെ തുണ കൂടിയാകുമ്പോൾ ലഭിക്കുവാൻ പോകുന്നത് വൻ നേട്ടങ്ങളായിരിക്കും. ഇനി മൂന്നാമതായി ഈ ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്നതോടെ ഒക്ടോബർ 25 ശനിയാഴ്ച ഇപ്പോഴുള്ള ജീവിതത്തിലെ പല പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു ശുഭകരമായ മാറ്റം കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരിൽ ധനഭാവത്തിലാണ് ഈ ശുക്രാധിപത്യ യോഗം രൂപം കൊള്ളുന്നത്. പ്രത്യേകിച്ച് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക പുരോഗതി കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥകളും നേരിട്ട് വന്നിരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത്. അതായത് സാധാരണ രീതിയിൽ ജീവിച്ചു വന്നിരുന്ന ചിങ്ങം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളാണ് ഈ ശുക്രാധിപത്യ യോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകമായി ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക്
ഈ ഒരു സമയത്ത് ചില വിലയേറിയ വസ്തുക്കളോടും ആഡംബരം നിറഞ്ഞ ജീവിതശൈലിയോടും വളരെയേറെ ആകർഷണം തോന്നുകയും ഇത്തരത്തിൽ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള യോഗവും വളരെയധികമാണ്. ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ വെറും ആഡംബരമായിട്ട് തോന്നുമെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ മനസ്സിൽ വളരെ കാലമായുള്ള ചില ആഗ്രഹങ്ങളായിരുന്നിരിക്കാം. അതെന്ത് തന്നെയായിരുന്നാലും ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശുക്രാധിപത്യ യോഗം കൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് അച്ചിട്ടാണ് എന്നതാണ്. മാത്രമല്ല, ഈ ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്നതോടെ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വരുമാന മേഖലയിൽ ഉണ്ടാകുവാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചതിനും സ്വപ്നം കാണുന്നതിനും ഉപരിയായുള്ള ഒരു വളർച്ചയായിരിക്കും. ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ചില അപ്രതീക്ഷിത ബോണസുകളും ചില അധിക തുകകളും കൈപ്പറ്റുവാൻ കഴിയുകയും ഇത് നിങ്ങളുടെ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയും ചെയ്യും. ഇനി ഈ ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച ചില ദൂരയാത്രകളൊക്കെ ചെയ്യുവാനിരിക്കുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുണ്ട്. അതായത് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മാത്രമല്ല, ആ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നവയുമാണ്. അത്തരത്തിൽ ഒരു യാത്ര പുറപ്പെടുവാനിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം വളരെ ശുഭകരമായ അനുഭവങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ നിങ്ങളെടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ ഗുണകരമായി മാത്രമേ ബാധിക്കുകയുള്ളൂ. ഇനി ഒക്ടോബർ 25-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റിയും പ്രത്യേകം പറയേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഈ ജന്മദിനത്തിൽ തന്നെ ശുക്രാധിപത്യ യോഗം സിദ്ധിക്കുന്നതിനാൽ ഈ വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഉയർച്ചകളുടേതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ചിങ്ങം രാശിക്കാർക്ക് ഈ ശുക്രാധിപത്യ യോഗം കൊണ്ട് വളരെയധികം ഭാഗ്യവും ഈശ്വരാധീനവും മികച്ച ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ ഉണ്ടാവുകയും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലേക്ക് ജീവിതത്തെ മാറ്റിയെടുക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ശുക്രാധിപത്യ യോഗം നൽകുവാൻ പോകുന്നത് നിങ്ങളുടെ കഷ്ടകാലങ്ങളിൽ നിന്ന് വിരാമവും ജീവിത പുരോഗതികളുമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.